ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് നമ്മുടെ അടുക്കള കാര്യങ്ങൾ തന്നെയാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ കുറച്ച് മഴയൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്ന് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനുള്ളതൊക്കെ കുക്കറിനകത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പരിപ്പ് എടുത്തിട്ട് ഒരു 2 പച്ചമുളകും നടുവേ കീറിയിട്ട് ഉപ്പും ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ പരിപ്പ് കറിയും ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കണത്. എനിക്ക് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ എന്തോ ഈ ഒരു കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ പരിപ്പ് വേവേണ്ട സമയം മാത്രമേ വേണ്ടുള്ളൂ. അത് ഉള്ളി ഇട്ടു, അത് കടുകിട്ടു, എല്ലാം വറുത്തു. ഇതെല്ലാം ഇനി കറിവേപ്പിലിടാൻ പോകണം. അത് നമ്മൾ ഉണ്ടാക്കുന്നത് ടേസ്റ്റായ ഉള്ളക്കറിയാണ്. ഇന്ന് പണിയൊന്നുമില്ല, വിടാണ്ടിരിക്കാണ്. അപ്പോൾ ഞാൻ അടുക്കളയിൽ ഒന്ന് ചണ്ടി ഉണ്ടാക്കാൻ വന്നു. ദപ്താവും ഇത് കുറുകുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, നമ്മുടെ രാവിലത്തെ അടുക്കളയിൽ അംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. രാവിലെ ഞാൻ വല്ല തിരക്കിട്ട് പണിയായിരിക്കും. അപ്പോഴാണ് ഏട്ടൻ വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് എന്നെ ചൊറിയാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് പണിയൊക്കെ ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും ചാരു സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഞാൻ വേഗം തന്നെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ വേഗം 3-4 ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കി. പരിപ്പ് കറി ഉണ്ടാക്കുന്നത് ഞാൻ പരിപ്പ് വേവിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, പച്ചമുളക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിക്കുകയാണ്. കടുകല്ല, നമ്മൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ കറി പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചീനച്ചട്ടി വെച്ചിട്ട് നെയ്യാണ് ഒഴിച്ചത്, എണ്ണയല്ല. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ജീരകത്തിൻ്റെ മാത്രം ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് കടുക് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കടുകും ഇട്ടിട്ടുണ്ട്, ഇത്തിരി അധികം ജീരകവും ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെ പോയാലും നമ്മുടെ ഒരു നാടൻ ടച്ച് വേണമല്ലോ. അപ്പോൾ ഇത്തിരി ഒരു കടുക് ചേർത്തു. അത് പൊട്ടി വരുന്ന സമയത്ത് ചെറിയുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് നെയ്യിലിട്ടിട്ട് മൂപ്പിക്കുക. കറിവേപ്പില ഇട്ട് മൂപ്പിക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ദാൽ കറി റെഡിയായി. കുറച്ച് ചീനച്ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ കുറുകും കേട്ടോ. അപ്പോൾ ആദ്യം കാണുമ്പോൾ ഒരു വെള്ളം പോലെ ഉണ്ടെങ്കിലും നമുക്ക് ചീനച്ചട്ടിയിൽ ഇരുന്നിരുന്ന് അങ്ങോട്ട് കുറുകിക്കോളും. നമ്മുടെ പരിപ്പാണല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നല്ലൊരു ദാൽ കറിയും ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചാരുമോൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തു. പിന്നെ ഞാനിതൊരു 9 മണിയാകുമ്പോൾ ഞാൻ കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പണിയില്ല എന്നും പറഞ്ഞിരുന്ന ആൾക്ക് പിന്നെ കോള് വന്ന് ആൾ പോയിട്ടുണ്ട് കേട്ടോ, പണിക്ക് പോയി. അങ്ങനെ വീട്ടിലെല്ലാവരും പോയി. പിന്നെ ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നമ്മുടെ ചോറും രാവിലെ ഉണ്ടാക്കിയ ദാൽ കറിയും ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ മത്തങ്ങ വെള്ളപ്പയർ കറി, പപ്പടം പൊരിച്ചതും അച്ചാറും ഒക്കെ ആയിരുന്നു. അത് കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 കിലോ ഗോതമ്പുണ്ടായിരുന്നു. ഓരോ മാസം 1 കിലോനെ കിട്ടണുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ ഇങ്ങനെ ഓരോ മാസം കിട്ടുമ്പോൾ ഉണക്കി എടുത്ത് വെച്ചതാണ്, കഴുകി ഉണക്കി വെച്ചതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ മെയ്യിൽ നമ്മൾ മഞ്ഞൾ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ അങ്ങനെ പൊടിക്കാനായിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു ഇങ്ങനെ കൊണ്ടുപോയി പൊടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ മാസവും കിട്ടുന്ന ഗോതമ്പ് എല്ലാം കൂടെ അങ്ങനെ ഒരുമിച്ച് പൊടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അങ്ങനെ ഞാൻ പൊടിക്കാനൊക്കെ പോയി. ഞാൻ തന്നെയാണ് കേട്ടോ പോയത്. നമ്മുടെ ഗോതമ്പും ഇതൊക്കെ പൊടിച്ചിട്ട് വന്നതിന് ശേഷം പിന്നെ ഏട്ടൻ വരുമ്പോൾ വൈകുന്നേരം പൊക്കവടയും ചമ്മന്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ ചാരു വൈകുന്നേരം ആയപ്പോൾ റോസിൻ്റെ അടുത്ത് ഇങ്ങനെ കളിയാണ് കേട്ടോ. റോസിക്കാണെങ്കിൽ ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും ഇവിടെ തിന്നണത് കണ്ട, അതായത് കവറിൻ്റെ സൗണ്ട് കേട്ടോ, അവളിങ്ങനെ എന്താ പറയുക ചാടും കേട്ടോ, തുള്ളി ചാടും എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെറുതെ കവറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് കണ്ടില്ലേ ഓരോന്നും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോഷ്ഠികൾ. അപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെ വൈകുന്നേരം കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്നും ചോദിക്കുന്നില്ല, കാരണം നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ അതിൽ വലിയ കാര്യമായിട്ടുള്ള കണ്ടൻറ്റും ഒന്നും ഇല്ല എന്നറിയാം. പക്ഷേ എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുന്നത്.
അപ്പോൾ വേറെ ഒന്നും വിചാരിക്കണ്ട. അപ്പം നമ്മളുടെ ഇത്തിരി തിരക്കുള്ള ഒരു സമയമാണ്, അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സമയം ഇതൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ. അവിടെ ഇരിക്കുന്നത്